മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ചതിൽ ഫോറസ്റ്റ് കൺസർവേറ്റർ വനം മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആനയെ എഴുന്നള്ളിക്കുന്നതിൽ കുറ്റകരമായ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട്. ഇടഞ്ഞ പീതാംബരൻ എന്ന ആനയ്ക്ക് മദപ്പാടിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. മുമ്പും അക്രമ സ്വഭാവം കാട്ടിയ ആനയുടെ കാലുകളിൽ ചങ്ങല ഉണ്ടായിരുന്നില്ല. പടക്കം പൊട്ടിയതിന്റെ ശബ്ദം ആനയെ പ്രകോപിതനാക്കിയെന്നും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേർന്നു. രതീഷ്, ഏതായാലും ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ്. ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഉറപ്പായും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് കടക്കില്ലേ? എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഗുരുതരമായ വീഴ്ച ആന എഴുന്നള്ളിപ്പുമായി ക്ഷേത്ര കമ്മിറ്റി ഉൾപ്പെടെ നടത്തി എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് ചിലർക്ക് KDM ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിലും ഇത് തന്നെയായിരുന്നു കണ്ടെത്തിയിരുന്നത്. ആനയുടെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു ആദ്യഘട്ടത്തിലും സമർപ്പിക്കപ്പെട്ടത്. അതുതന്നെ കൂടുതൽ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ സമർപ്പിച്ച റിപ്പോർട്ടിലും അത്തരം വിവരങ്ങൾ തന്നെയുള്ളത്. ഈ ആന മുൻപും അക്രമ സ്വഭാവം കാട്ടിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ചെറിയ മുൻകരുതലുകൾ പോലും എടുത്തിരുന്നില്ല. ആനകളുടെ ഇടച്ചങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല എന്ന ഗുരുതരമായ വിവരവും ഈ റിപ്പോർട്ടിലുണ്ട്. അത് മാത്രവുമല്ല, ഈ മദപ്പാടിന് കാരണമായ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ അളവ് കൂടുതലാണെന്നും ഈ ആനയുടെ രക്തപരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ മദപ്പാടിന്റെ സാധ്യത ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആനയെ എഴുന്നള്ളിക്കാൻ ഏത് സാഹചര്യത്തിൽ കൊണ്ടുവന്നു എന്ന ചോദ്യം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ടാവുന്നുണ്ട്. മാത്രവുമല്ല, ആനയുടെ സമീപത്തായി അലക്ഷ്യമായ രീതിയിലാണ് പടക്കം കൈകാര്യം ചെയ്തത്. അതൊക്കെ തന്നെ ഈ ആനയെ പ്രകോപിപ്പിച്ചു. തുടർന്ന് അപകടത്തിലേക്കും ആക്രമണത്തിലേക്കും സാഹചര്യം ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രിക്ക് ഫോറസ്റ്റ് കൺസർവേറ്റർ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം വലിയ അലംഭാവത്തോടെയാണ് ഈ ആനയെ എഴുന്നള്ളത്തിന് ഇവിടെ എത്തിച്ചതെന്നും പരിശോധനകളൊന്നും ഒക്കെ ലാഘവത്തോടെയാണ് കണ്ടതെന്നുമാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ ക്ഷേത്ര കമ്മിറ്റിക്ക് ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ളതാണ് ആന എന്നതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകൾ ദേവസ്വം എന്ന നിലയിൽ കൂടി ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം ദേവസ്വവും പുലർത്തിയിരുന്നു എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയും ഉണ്ടാവും. എന്തായാലും മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ഇനി കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം എന്തായാലും നിയമപരമായ നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ. രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.